ഹലോ, സോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്ന് സൺഡേ ആയിട്ട് ഇതുവരെ പ്ലാനും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. ജസ്റ്റ് നന്നായിട്ട് രാവിലെ എണീറ്റ് കുളിച്ച് ഒരു വീഡിയോ എടുക്കാനുണ്ടായിരുന്നു. ഫുഡ് കഴിച്ചു, അതും എൻ്റെ ഫേവറേറ്റ് ചിക്കൻ ബിരിയാണി. അത് കഴിഞ്ഞ് നല്ലൊരു ഉറക്കം ഉറങ്ങി 4 മണി വരെ. അപ്പോൾ നമ്മളിങ്ങനെ ജസ്റ്റ് ഇന്നലെ ഒന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു വൈകിട്ട് ചായ കുടിക്കാൻ പോകാമോ എന്ന് വെച്ചിട്ട്, ലൈക്ക് കൊളീഗ്സായിട്ട്. പിന്നെ അത് വർക്കൗട്ട് ആവോ ഇല്ലേ എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാനിന്ന് വലിയൊരു ഇമ്പോർട്ടൻസ് കൊടുത്തില്ല. അപ്പോൾ എല്ലാവരും സീരിയസ് ആയിട്ട് എടുത്തൊരു സംഭവമായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളിനി ചായ കുടിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചൊന്ന് ഒരുങ്ങിയൊക്കെ ഇറങ്ങാമെന്ന്. ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. എനിക്ക് ഈ പൊട്ട് വയ്ക്കുമ്പോഴേ ഈ ദേവീനെ പോലെ തോന്നും. ലൈക്ക് ദേവിയില്ലേ, സരസ്വതി ദേവിയോ എന്തോ എനിക്കറിഞ്ഞില്ല, ദേവിയുടെ പേരറിഞ്ഞില്ല. പക്ഷെ ദേവിമാർ പണ്ട് വയ്ക്കുന്ന പൊട്ടെന്നൊക്കെയാണ് എനിക്ക് വയ്ക്കുമ്പോൾ തോന്നുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും അതായിരിക്കും ഒരു കുട്ടി വ്ളോഗ്. നമ്മൾ ചായ കുടിക്കാൻ പോകുന്നതും കുറച്ച് ഫൺ തിങ്സ് അതൊക്കെ ആയിരിക്കും ഇന്നത്തെ വ്ളോഗ്. സോ എല്ലാവർക്കും വെൽക്കം ബാക്ക്. സോ എൻ്റെ പൊട്ട്, ആ ദേവി പൊട്ടിനെ റിജക്റ്റ് ചെയ്തു ആലിയ. അങ്ങനെ ഞാൻ മാറ്റി ഇപ്പോൾ ഒരു വട്ടപ്പൊട്ടിട്ടിട്ടുണ്ട്. സോ എൻ്റെ ഫ്രണ്ട്സിനൊക്കെ കാണിച്ചു തരാം. ആലിയ ഹൈ, വെട്ടം കുറവ്. ദിനേശ് അവിടെ അല്ലേ, ഇവിടെ ഇനി ഒരാളും കൂടെ വരാനുണ്ട്, വെയിറ്റ്. Then we went to Lulu Mall. ലുക്കിംഗ് ഗുഡ് ഒള്ളി. അപ്പോൾ നമ്മളിതാ ഇവിടെ എത്തി, വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് ആലിയയ്ക്കും ദിനേശിനും വേണ്ടി വെയിറ്റിംഗ് ആണ്. ഞാൻ ഇതുപോലത്തെ ഒരു ലൊക്കേഷൻ ഇവിടെ കണ്ടിട്ടില്ല കേട്ടോ. കുറച്ച് അത്യാവശ്യം നല്ല കടകളൊക്കെ ഉണ്ട്. സബ്വേ ഉണ്ട്, ലെൻസ് കാർട്ട്, കുറച്ച് ഒരു സിറ്റി ഏരിയ പോലെ എനിക്ക് തോന്നി. കൊള്ളാം. ഇതാ ഒരു എസ്തെറ്റിക് റെസ്റ്റോറൻറ്റ് ഞാൻ കാണിച്ചു തരാം. വാവ്, കുറച്ച് അടിപൊളിയാണ്. പിന്നെ വിഭുവിൻ്റെ പുതിയ ബാഗ് കാണിച്ചു തരാം. കാണിച്ചു കൊടുക്കും വിഭു. നല്ല ക്യൂട്ട് എസ്തെറ്റിക് കുട്ടി ബാഗ്. കൊള്ളാം കൊള്ളാം. നമ്മളിതാ ഈ രണ്ട് നിൽക്കുന്ന പുരുഷന്മാർക്ക് ടീ കട അറിയാമെന്ന് പറഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വന്നത്. ഇവർക്കാണെങ്കിൽ യാതൊരു ഐഡിയ ഇല്ല അതെങ്ങനെ നിൽക്കണം. നമ്മുടെ അടുത്ത് ചോദിക്കണ് ടീ കട എവിടെയാണെന്ന്. ആലിയക്ക് ദേഷ്യം വന്നിട്ട് നിൽക്കുകയാണ്. എല്ലാവരും കൂടെ ഇങ്ങനെ നിൽക്കുന്നു. ആലിയ പേടിച്ചാണ് പോകുന്നത്. വിഭു ആലിയക്ക് കുറെ ഡോസ് കൊടുക്കുന്നുണ്ട്. ഓട്ടിക്ക് അറിഞ്ഞുവിടാന്നൊക്കെ. അയ്യോ, എടാ ഇവിടെ മാക്സ്, സ്മാർട്ട് ബസാർ, ട്രെൻഡ്സ് ഒക്കെ ഇருக்கு. സോ അറ്റ് ലാസ്റ്റ് നമ്മളൊരു ചായക്കടയുടെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട്. ആലിയ ചില്ലല്ലേ, സോ നമ്മൾ ടീ കുടിക്കുമ്പം ടീ പറയണമെന്നായിരുന്നു. അപ്പം ടീ ഇറക്കാന്ന് വിചാരിച്ച് ആലിയ ഭയങ്കരമായിട്ട് ലിസൺ ചെയ്ത് ചുമ്മാ ഓൾഡ് സ്കൂൾ മെക്സ് കോളേജ് മെക്സ് എല്ലാവർക്കും ഫസ്റ്റ് ടൈം മെസ്സേജ് ചെയ്തു. എല്ലാവരും അവറിയോ ലൈഫ് അപ്ഡേറ്റ് തന്നെ. ഏതോ പെണ്ണിനെ വായി നോക്കിയ കഥയാണ്.
അവളുടെ ഉള്ളിൽ സോ ആലിയ ഇപ്പം ദിനേശിൻ്റെ കൂടെ കയറി. ആലിയക്ക് ട്രോമയായി വിഭുവിൻ്റെ വണ്ടി. വിഭു സോൺ ഔട്ട് ആവും എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിച്ച്. സോ അവർ ആ വണ്ടി കയറി ഇതാ പോണു. വന്നില്ല, വരും വരും വരും. നല്ല ടേസ്റ്റ് ഉണ്ട് പാനിപൂരി. കഴിച്ചോ? ആദ്യം കുറച്ച് ഇങ്ങനെ ഒഴിക്കണം. അയ്യോ, പിന്നെ നമ്മൾ ഇങ്ങനെ ഒഴിക്കണം. നമ്മളെല്ലാ അൺഹെൽത്തി ഫുഡ്, എന്തൊക്കെ അൺഹെൽത്തി ഫുഡ് കിട്ടുമോ അതൊക്കെ നമ്മൾ വാങ്ങി കഴിച്ചിട്ടുണ്ട്. എല്ലാവരും ഹാപ്പി അല്ലേ? ഹാപ്പി സെറ്റ്. നാളെ തൊട്ട് ഞാനും ദിനേശും ഡയറ്റിലാണ്, ഹെൽത്തി ഡയറ്റ്. ആലിയുണ്ട് ഔട്ട്. നമ്മൾ മൂന്നുപേരും നാളെ തൊട്ട് സോ നമുക്കിനി വേറെ പരിപാടികളൊന്നും ഇല്ല. ഓവർ. ഇന്ന് ഭയങ്കര ഹെവി ആയിരുന്നു. ഉച്ചയ്ക്ക് ചിക്കൻ ബിരിയാണി വാങ്ങി കഴിച്ചു. ഈ വീട്ടിൽ നിൽക്കുമ്പോൾ അല്ലേലും ഇങ്ങനെയാണ്. ലൈക്ക് കമ്പനി പോകുമ്പോഴേക്കും അവിടെ കഴിക്കുന്ന ചപ്പാത്തി അതൊക്കെ കഴിച്ച് പോവും. ഈ ഒരാഴ്ചയുള്ള എല്ലാ വിഷമവും കൊണ്ട് ഞായറാഴ്ച തീർക്കും. അങ്ങനെ ഫുൾ അൺഹെൽത്തി ഡയറ്റ് ആവും. നാളെ തൊട്ട് ഹെൽത്തി. ടാറ്റാ, താങ്ക് യു. ഓക്കെ ബൈ. ടുമാറോ പാക്കലാം. സോ തിരിച്ച് റൂമിലെത്തി. അപ്പം ഇതായിരുന്നു നമ്മുടെ ഒരു കുട്ടി വ്ളോഗ്. പ്രത്യേകിച്ചൊന്നുമില്ല, ജസ്റ്റ് നമ്മൾ സ്നാക്സ് കഴിക്കാൻ പോയതും കുട്ടി ഇതൊരു മെമ്മറിയാണ്. ലൈക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു ഇന്നത്തെ ഒരു ഈവനിങ്. അങ്ങനെ പ്ലാനൊന്നും ഇല്ലാത്തൊരു ഡേ ആയിരുന്നു. അങ്ങനെ ഈവനിങ് പോയി, അടിപൊളി. പ്ലാൻ ഇല്ലാത്തതുകൊണ്ടായിരിക്കും നമുക്ക് അങ്ങനെ ഒന്നും ഫ്ലോപ്പ് ആയതുപോലെയൊന്നും തോന്നിയില്ല. എല്ലാം നല്ല പെർഫെക്റ്റ്. കുറേ എൻജോയ് ചെയ്ത് കൊള്ളായിരുന്നു, അടിപൊളി. സോ അതൊക്കെ തന്നെ. ഇനി കിടന്നുറങ്ങട്ടെ. ഉറക്കമൊന്നും പറഞ്ഞില്ല, 4 മണി വരെ ഞാൻ ഉറങ്ങി വൈകിട്ട്. ഇനി എന്താണ് പരിപാടി? ഒരു പരിപാടിയില്ല. ലൈക്ക് കുറച്ച് റീൽസ് കാണുക, ഉറങ്ങുക, രാവിലെ എണീറ്റ് ഇനി 1 വീക്ക് തള്ളി നീക്കുക. അതൊക്കെയാണ്. സോ ഇനി നമുക്ക് നെക്സ്റ്റ് വ്ളോഗിൽ കാണാം. അതുവരെ ബൈ.